ഹായ്. ബാഡ് ബോയ്സ് ഉണ്ടാക്കിയ നമ്മുടെ ഉമർ അണ്ണൻ ഭയങ്കര ചൂടില്ല. പുള്ളിക്ക് ഭയങ്കര ദേഷ്യമായി. അതായത് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഫ്രണ്ടോ ബാക്കോ. ബാഡ് ബോയ്സ് എന്ന സിനിമ തന്നെ നിനക്ക് ആപ്റ്റായിട്ടുള്ള പേരാണ്. നിന്റെ പേര് തന്നെ നിന്റെ സിനിമയ്ക്ക് കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റിവ്യൂകളെ പറ്റി റിവ്യൂ പരാമർശങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ റിവ്യൂകൾക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഉമർ ലുലുവിന് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കണം. അമ്പാനെ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പുള്ളിക്കാരൻ പറയുന്ന ചില കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ എടുക്കുന്നു. അദ്ദേഹവും അശ്വന്ത് കോക്കുമായിട്ടുള്ള ഒരുപാട് കാലഘട്ടത്തിലുള്ള സൗഹൃദങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. സുഹൃത്തുക്കളെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ആ സൗഹൃദത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു പ്രത്യേക തരം വിജൃംഭണത്തിൽ അദ്ദേഹത്തിനെ എടുത്ത സിനിമയ്ക്ക് ഒരു റിവ്യൂ അശ്വന്ത് കോക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇതിന് ആൻസർ അശ്വന്ത് കോക്കാണ് പറയണത്, നമ്മളല്ല. ബിക്കോസ് അശ്വന്ത് കോക്കിനല്ലേ അറിയാം നമ്മൾ വാസ്തവം എന്താണെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. അയാളൊരു അഭിനയിക്കാൻ ഒരു ചാൻസ് കൊടുത്തു. ആ ചാൻസ് കിട്ടിയത് കൊണ്ട് അശ്വന്ത് കോക്ക് കൂടുതൽ ഇത് എടുക്കണ്ട എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ പുള്ളി പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു രീതിയിലാണ്. അതായത് അശ്വന്ത് കോക്കിന് ഞാനൊരു ചാൻസ് കൊടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് എൻ്റെ സിനിമയെ പറ്റി അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നല്ല ഇമ്പാക്റ്റ് ആവത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. എനിക്ക് പക്ഷേ വേറെയാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. നമുക്ക് അയാൾ പറയുന്നതിലേക്ക് ഒന്ന് പോകാം. എന്താണ് പുള്ളിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടത്. നമ്മളെല്ലാവരുടെയും ഭാഗം കേൾക്കണമല്ലോ. അപ്പോൾ ഉണ്ണി വ്ളോഗിനെതിരെ അശ്വന്ത് കോക്കിനെതിരെ പറയുന്നില്ല, ഷെസാം എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഒക്കെയാണ് ഇപ്പോഴത്തെ കസർത്തുകൾ. നമുക്കതൊന്ന് കേൾക്കാം. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ഉമർ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതെന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്ത് പോസ്റ്റ് കണ്ടു. അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് റിവ്യൂ പറയുന്നവരെ കുറിച്ച് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ അശ്വന്ത് കോക്ക് ബാഡ് ബോയ്സ് സിനിമയുടെ റിവ്യൂ നന്നായിടാ. നീ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്താലേ ഒരു രസമുള്ളൊരു ഗുമ്മുള്ളൂ. ഈ കുറേ നാളായിപ്പോയത് ഒരു ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാകത്തില്ല കേട്ടോ. ചെയ്തിട്ടില്ല. കാരണം അശ്വന്ത് കോക്ക് ഇനിയായിട്ട് എനിക്ക് ചങ്സ് ഹാപ്പി വെഡിങ് കഴിഞ്ഞത് മുതൽ പരിചയമുണ്ട്. ചങ്സിൽ അശ്വന്ത് കോക്ക് ഞാൻ വിളിച്ചിട്ട് വന്നിട്ട് ഒരു ചെറിയ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ അശ്വന്ത് കോക്കിന് പിന്നെ ഈ സിനിമ ഇഷ്ടാവാതിരിക്കാം. അപ്പോൾ ഈ സിനിമ അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ട് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് പറയും അത് ഉമർ ലുലുവിനായിട്ടുള്ള പരിചയത്തിൻ്റെ പേരിൽ നല്ല റിവ്യൂ കൊടുത്തതാണ്. സോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ആ റിവ്യൂ കൊടുത്താൽ അങ്ങനെ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അശ്വന്ത് കോക്കിന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് പക്ഷെ മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? അശ്വന്ത് കോക്കിനല്ല സുഖമില്ലായിരുന്നു അതിനെ പറ്റി റിവ്യൂ ചെയ്യാനെ കൊണ്ട്. നീ ആരുവാ അനക്ക് വേണ്ടി റിവ്യൂ ചെയ്യാനായിട്ട്? അവനൊരു സീൻ കൊടുത്തു, അതവന് അഭിനയിച്ചു, അതവൻ്റെ ടാലൻറ്റ്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ബാക്ക് ആയതുകൊണ്ട് പിന്നെ ചെയ്യരുതെന്നോ? എനിക്ക് തോന്നുന്നത് ഈ ബാഡ് വോയിസ് ഒക്കെ എടുത്തു വെച്ച് ചെയ്താൽ ഇല്ലാത്ത ബാഡ് ഇമ്പ്രഷൻ അവൻ ഉണ്ടാവും എന്നുള്ള പേടിച്ചിട്ടായിരിക്കും അശ്വന്ത് കോക്ക് മൈൻഡ് ചെയ്യാതെ വിട്ടിട്ടുണ്ടാവുക. ഉണ്ണി വ്ളോഗും അത് തന്നെ ചെയ്യണമായിരുന്നു. സിനിമ കണ്ട് അഭിപ്രായം പറയുന്നത് ഒരു കുറ്റമാണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ സിനിമ അശ്വന്ത് റിവ്യൂ ചെയ്യേണ്ട. അപ്പം അശ്വന്ത് പറഞ്ഞു അതാ നല്ലത്. കാരണം ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പുറത്ത് അത് റിവ്യൂ ചെയ്താന്നേ പറയുള്ളൂ. അപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം ആളുടെ റിവ്യൂവിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. കാരണം അത് എങ്ങനെ വന്നാലും അത് വേറെ രീതിയിൽ വളച്ചൊടിക്കപ്പെടും അശ്വന്ത് കോക്ക് ചെയ്ത റിവ്യൂ. പിന്നെ ഉണ്ണി വ്ളോഗ് ഒരു മോശം റിവ്യൂ ചെയ്തു, സിനിമ മോശമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന് ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ഇന്റർവെല്ല് വെച്ചിട്ട് റിവ്യൂ അല്ലെങ്കിൽ വിലയിരുത്തുന്നവനാണോ ഒരു റിവ്യൂ റൈറ്റർ? നിങ്ങൾ പറ. സിനിമയ്ക്കോ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഈ സിനിമയ്ക്ക് അത്രയല്ലേ പറഞ്ഞോളൂ. അത്ര പോലും സഹിക്കാൻ വയ്യാത്തൊരു വൃത്തികെട്ട സിനിമ ആയതുകൊണ്ടല്ലേ ചെറുക്ക അയാൾ അങ്ങനെ പറഞ്ഞത്. അയാളുടെ അഭിപ്രായമല്ലേ പറയുന്നത്. അയാൾക്ക് അയാളുടെ അഭിപ്രായത്തിൽ പറയാൻ പറ്റൂ. ഇപ്പോൾ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കടയിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു. ആ ഫുഡ് അവർക്ക് ടേസ്റ്റായിട്ട് തോന്നി എന്നല്ലേ അവർക്ക് പറയാൻ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? തിരുവനന്തപുരത്തെ മീൻകറി കോഴിക്കോടത്തെ മീൻകറിയായിട്ട് മാച്ചപ്പ് ആവോ? ഇല്ല. അത് ഉണ്ണിയുടെ അഭിപ്രായത്തിൽ ഉണ്ണിക്ക് ഇന്റർവ്യൂവിൽ തന്നെ ഇറങ്ങി ഓടാൻ തോന്നി. ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന മനുഷ്യരാകുമ്പോൾ ഇത്ര പേക്കൂത്തുകൾ കാണുമ്പോൾ ചിരിക്കാനും ഇറങ്ങി ഓടാനും ഒക്കെ തോന്നും. സ്വാഭാവികം. സ്കിപ്പ് ചെയ്തങ്ങ് കളയണം. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഇത്. ഇപ്പൊ എന്റെ സിനിമ അങ്ങനെ ഭയങ്കര ക്ലൈമാക്സിൽ ഭയങ്കര ഇതൊന്നല്ല ഞാൻ പറയുന്നു. ഒരു സിനിമ മുഴുവൻ ഇരുന്ന് കാണാൻ നീ വെറുതെ സംവിധായകനെങ്ങാണ്ട് ആയതാണ്. എടാ ഓടപറക്കി. ദൃശ്യം സിനിമയുടെ ഓരോ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവില്ല, 2-3 വട്ടം കാണണം.
അമ്മാതിരി സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ ഫിലിമാണ് ദൃശ്യം. അതുകൊണ്ടാണ് അത് സൂപ്പർ ഹിറ്റായത്. അമ്മ പോലും ഇല്ലാത്ത ഇവൻ എങ്ങനെയാണ് ഒരു നല്ല റിവ്യൂവർ ആവണത്? അവൻ ഇറങ്ങി ഓടാൻ തോന്നിയ, പക്ഷേ അവന്റെ കാറ് മറ്റേ വേറെ വണ്ടികളുടെ ഇടയിലായ കാരണം അവന് ഇറങ്ങി പോവാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ആ സിനിമ മുഴുവൻ ഇരുന്ന് കാണേണ്ടി വന്നു. അപ്പൊ ഇതാണ് ഇവന്റെ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അധികം തന്നെ മനസ്സിലാക്കണം. ഇവൻ വലിയ റിവ്യൂ റൈറ്റർ, എന്നിട്ട് ഇവൻ പറയാണ് ഇന്റർവെല്ലിന് ഇവൻ ഇറങ്ങി ഓടാൻ തോന്നി. ഒരു സിനിമ ക്ലൈമാക്സ് വരെ കണ്ട്, അല്ലെങ്കിൽ അത്ര ക്ഷമയില്ലാത്ത ഇവൻ എങ്ങനെ? ഈ പോയിന്റ് എന്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. അയാള് നല്ല ഒരു റിവ്യൂ പറയുന്ന ആളല്ല എന്നാണ് ഉമർ പറയണത്. ഉമറിന് എന്താ അധികാരം അവനെ അങ്ങനെ പറയാൻ? അതിന്റെ അടിസ്ഥാനം എന്താണ്? അയാളുടെ പ്രൊഫഷനാണത്. ഇപ്പൊ ഉമർ ലുലുവിന്റെ പ്രൊഫഷൻ എന്താണ്? ഇതുപോലെ സംവിധാനം ചെയ്യുക അല്ലേ? ഇതൊരു പ്രൊഫഷനായി താങ്കൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രൊഫഷനാണ്. അത് കുറച്ചുകൂടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പ്രൊഫഷനാണ്. ഇപ്പം ഫിനാൻഷ്യലി സൗണ്ടായ എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. ചിലരൊക്കെ വളരെ ചുരുങ്ങി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരിതുപോലെ റിവ്യൂവേഴ്സിനെ നോക്കും. അവർ നല്ല രീതിയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സിനിമ പോയി കാണുന്ന വെർത്തായിട്ട് തോന്നും. അതേസമയം ഒരു ബാഡ് സിനിമ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസയും നഷ്ടം ഉണ്ടാവും, ദേഷ്യവും ഉണ്ടാവും, താങ്കളോട് വിരോധവും ഉണ്ടാവും, ചെയ്തവനോട്, ഉണ്ടാക്കിയവനോട്. അതൊന്നും അല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ആ പയ്യൻ പറയുന്നു. അതായത് ഉണ്ണി അത് കൃത്യമായിട്ട് പറഞ്ഞു. അയാൾക്ക് എന്ത് ഫീൽ ചെയ്തു അത് പറഞ്ഞു. അത് ഉണ്ണിയുടെ മാത്രം ചിന്താധാരയാണ്. നല്ല സിനിമയാണെങ്കിൽ ആളുകളെല്ലാം നല്ലതെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കയറുകയും ചെയ്യും. എന്തിനായി വെപ്രാളം? അയാൾക്കൊരു ഇതെന്നല്ല. അയാൾ താങ്കൾ ചെയ്ത ഒരു സിനിമയെ പറ്റി മോശം അഭിപ്രായം പറഞ്ഞു എങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ട്. അത് അയാളുടെ ഉത്തരവാദിത്വം കൂടെയാണ്. അയാൾ ചെയ്യുന്ന പ്രൊഫഷന് ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് ആണ് അയാൾ ഫോളോ ചെയ്തിരിക്കുന്നത്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ സിനിമ നല്ലതാണെന്ന് പറയാൻ അയാളുടെ പ്രൊഫഷനല്ലേ താങ്കൾ കളിയാക്കുന്നത്? താങ്കൾക്ക് ചെയ്യാമോ? ഉമർ ലുലുവിനെ അയാളുടെ പ്രൊഫഷനെ കളിയാക്കാം. ആ പയ്യൻ കളിയാക്കിയപ്പോഴത്തേക്ക് നൊന്തുപോയെന്ന്. അത് എന്ത് തരം മാനസികാവസ്ഥയാണ്? അതൊരു പ്രത്യേക തരം സംഗതിയാണല്ലോ. പിന്നെ മറ്റേ ദൃശ്യ സിനിമയെ പറ്റി കമ്പാരിസൺ, അയ്യോടാ. ദൃശ്യ സിനിമയുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് സൂപ്പർ ഫിലിമാണത്. റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നുന്ന ഒരു സിനിമ തന്നെയാണ് ദൃശ്യം. അതേപോലെ തന്നെ കടുവ സിനിമ, അതിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, അത് നമ്മൾ സാധാരണ TV വന്നിട്ടുണ്ട്, പ്രൈം വീഡിയോയിൽ. പക്ഷെ അതിൽ കാണുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. ഞാൻ തിയേറ്ററിൽ പോയി 3 times കണ്ടതാണ് ആ മ്യൂസിക്കിന് വേണ്ടി മാത്രം. അതിൻ്റെ ബാക്കി തീമോ ബാക്കിയൊന്നുമില്ല. ആ മ്യൂസിക് ഭയങ്കരമായിട്ട് ആസ്വദിക്കണമെങ്കിൽ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ പറ്റൂ. അങ്ങനെ ഓരോ സിനിമയും അങ്ങനെയുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയെ പറ്റിയും പുള്ളി പറയുന്നുണ്ട്. പുള്ളി പറയുന്ന ക്ലൈമാക്സ് ആ സൂപ്പർ എന്ന്. ആരാ പറഞ്ഞ കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ആ സൂപ്പർ എന്ന്? അതിനകത്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് സൂപ്പർ ആയിരുന്നു. ശ്രീനിവാസനാണ് ബെസ്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് അഭിനയിച്ചിട്ടുള്ളത്. ശ്രീനിവാസൻ, മക്കൾ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി മീനയുടെ റോള് കിണ്ണം, ഒന്നും പറയാനില്ല. അയൽവക്ക സ്നേഹം, ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന രീതിയിൽ കഥ പറയുമ്പോൾ എന്ന സിനിമയ്ക്കകത്തുണ്ട്. ഇവ എന്തൊക്കെയാ ഇരുന്ന് പറയണേ? ഒരു നല്ല റിവ്യൂ ആണത്. ഇനി ദൃശ്യത്തിന്റെ കാര്യം നിങ്ങൾ വിട്ടോ, ദൃശ്യം വേണ്ട. കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ, ഈ കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ക്ലൈമാക്സിലെ മമ്മൂക്കാടെ ഒറ്റ പെർഫോമൻസിലല്ലേ ആ പടം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദേദിപടത്തിൽ തട്ടണത്. അപ്പൊ ഇവനെ പോലെ ഒരുത്തൻ ഇന്റർവെല്ലിൽ ഇറങ്ങി ഓടി. അതായത് ഇതിലെ തമാശ, ഇപ്പൊ കഥ പറയുമ്പോഴുള്ള തമാശയൊന്നും അത്ര വലിയ നല്ല ഭയങ്കര തമാശകളോ. വാഴത്തോരനാണ്. അതായത് നമ്മൾ കണ്ടതില് മാളൂട്ടിയുടെ ഒരു സിനിമയില്ലേ, ആ ഒരു കുഴൽക്കിണറിനകത്ത് വീഴുന്നത്, അത് നമ്മളെ പിടിച്ചിരുത്തും. നമ്മൾ അറിയ പോലും ഇല്ല. അതൊരു സിനിമ തന്നെയാണത്. നമ്മൾ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ഒരുപക്ഷെ ആദ്യമൊക്കെ കുറേ നോർമൽ ഇതാണെങ്കിലും ആ ലാസ്റ്റ് മിനിറ്റ് ഭയങ്കരമാണ്. നമ്മൾ അന്തം വിട്ടിരുന്ന് പോകുന്നുള്ള വസ്തുത. അതുപോലെയൊക്കെയുള്ള ഒരുപാട് സിനിമ. മഞ്ഞുമ്മൽ ബോയ്സ്, നമുക്ക് ഒരു ഇച്ചിരി സ്ഥലം പോലും നമുക്ക് ബോറടിക്കാത്തൊരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അവരാരും വന്നിട്ട് ഇങ്ങനെ പരാതി പറയുന്നില്ലല്ലോ. അതിനെയൊന്നും ആരും ബാഡ് റിവ്യൂ ചെയ്യുന്നില്ല. ബാഡായിട്ട് ചെയ്ത ബാഡ് റിവ്യൂ തന്നെ പറയും. താൻ ചെയ്തത് കൊണ്ട് മാത്രം ഇതിനെ തൂക്കി തലയിൽ വെക്കണം എന്ന് പറഞ്ഞാൽ എന്ത് തരം മര്യാദയാണോ അത്? ഒരു ബോധമില്ല. അതാണ് തോന്നുന്നില്ല. കഥ പറയുമ്പോൾ ക്ലൈമാക്സ് ആണ് നമ്മളെ പിടിച്ചിരുത്തുന്നത്. ഇപ്പൊ ആ ഒരു സിനിമ കണ്ടിട്ട് ഇവൻ ഈ പറഞ്ഞ പോലെ ഇന്റർവെല്ലിന് ഇറങ്ങി ഓടി. ഇതാണ് ഇവൻ. എന്നിട്ട് പറയാം കാറ് ഇതായ കാരണം മാത്രം പോരാൻ പറ്റില്ല. ഇവനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു റിവ്യൂ റൈറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു റിവ്യൂ പറയുന്ന ഒരുത്തനായിട്ട് ഇവനെ വിലയിരുത്തുന്നത്? ശേഷം അവന്റെ മുഖം തന്നെയാണ്. അവന്റെ മുഖം എങ്ങനെയാണ് പുച്ഛാണ് അവൻ എല്ലാത്തിനോടും. ഇവൻ പറഞ്ഞ റിവ്യൂവിൽ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ബാഡ് ബോയ്സിൽ. ആ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഒരു മോശം വാക്ക് പറഞ്ഞില്ല. കാരണം എന്താ, ഇവരൊക്കെ ഫ്രണ്ട്സാ. ഇവന്റെ പരിപാടി എന്താ, ഐഫോണിനെ കുറ്റം പറയാം, സാംസങ് ഗാലക്സി നല്ലതാന്ന് പറയാം, സാംസങ് നല്ലത്, ഐഫോൺ പൊട്ട. അപ്പൊ പോലൊരു വാഴയെ ഞങ്ങൾ ഡയറക്ടറായിട്ടൊക്കെ അംഗീകരിക്കുന്നില്ലേ? പിന്നെ ആ പയ്യനെ പറഞ്ഞാൽ എന്താ, അതിനെന്താ കുഴപ്പം?
നിന്നെക്കാൾ എത്രയോ ഭേദമാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പയ്യനാ. അതുകൊണ്ടാണ് പാവങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങളിത് പോയി കാണരുത്, വെറും വാഴപ്പടമാണെന്ന് അയാൾ പറഞ്ഞത്. അതിലിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? എന്താ അപ്പൊ കുറെ ശ്രദ്ധ കിട്ടും. എടാ സ്വന്തം ഒരു പ്രൊഡക്റ്റ് ആക്കി കാണിക്കടാ നീയൊക്കെ, എന്നിട്ട് നീ കുറ്റം പറയും. ആ ഈ ശരി, നമ്മളൊരു കാറ് വാങ്ങിച്ചു, നമുക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന് ചെറിയ കുറവുകളുണ്ട്, ഇത് വലിയ കുറവുകളാണ്. നമ്മൾ ആ കുറവുകൾ പറഞ്ഞ അവിടെ നമ്മൾ കാറുണ്ടാക്കി കാണിക്കണോ? എന്തുവാ ഇവൻ ഈ പറയുന്നേ? എന്നാ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു താനിരുന്ന് അവർ ചെയ്യുന്ന ഒരു ചെയ്ത് കാണിക്കും, സിനിമ പോയി കണ്ടിട്ട് അതിന്റെ റിവ്യൂ ഇടും. താനൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്ന് റിവ്യൂ ചെയ്തേ. തനിക്കത് അറിയത്തില്ല എന്നുള്ള തെളിവാണ് താൻ കഥ പറയുമ്പോഴും ദൃശ്യം പോലുള്ള സിനിമയെ പറ്റി പറയുമ്പോൾ തെളിയുന്ന ഒരു കാര്യം. തനിക്കൊരു ഉണ്ടായിട്ടേ അറിഞ്ഞൂടാ. അറിയാമെങ്കിൽ താൻ ഇങ്ങനെ ഒരു റിവ്യൂ നടത്തത്തില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ ആ പിള്ളേരൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലേ? ഒരു ഉണ്ടേ അറിഞ്ഞൂടാത്ത ഒരു തരുന്നോണ്ട് പറയണം നീ എന്ന് ചെയ്യണം. എന്തെന്ന് നീ എന്തോന്ന് ചെയ്ത് നീ ഭയങ്കര ഡയറക്ടറാ. മനസ്സിലായോ? ഈ വെല്ലോന്റെ സാധനങ്ങൾ കണ്ടിട്ട് അവന്റെ ആ സാധനം കൊള്ളാം, അവന്റെ ഈ സാധനം പോരാ, അവന്റെ ആ സാധനം അവന്റെ ഈ സാധനം പോരാ. മനസ്സിലായോ? അവനോട് സ്വന്തം കാര്യത്തിനെ പറ്റിയിട്ട് ഒരു സ്വന്തം കാര്യം നീ ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ നിന്നെ അംഗീകരിക്കാം. കേട്ടോ ഷസാമേ? ഈ ഷസാം എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയം കാണണമെങ്കിൽ നിങ്ങൾ അവന്റെ ടിക്ടോക്ക് പഴയ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറെ പിള്ളേർ എടുത്ത് ട്രോളിപ്പെന്ന് പറഞ്ഞാൽ ഞാനത് വൈറലാവാൻ വേണ്ടി ചെയ്തിട്ടാ ആ വീഡിയോസ് ഒന്ന് വൈറലാവാൻ വേണ്ടിട്ട്. നിന്റെ അഭിനയതല്ല, അല്ലെങ്കിൽ നീ ഒന്ന് കാണിക്കുക ഒരു നല്ല. അപ്പൊ അയാളെ കളിയാക്കാം, അയാളെ മോശം പറയാം, അയാളുടെ അഭിനയത്തിനെ കളിയാക്കാം. ഇയാൾക്ക് അതൊക്കെ ചെയ്യാം, തിരിച്ചു ചെയ്യുമ്പോൾ നോവുന്നു. എങ്ങനെയുണ്ട്? ഒരു വീഡിയോ നീ നന്നായിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കാണിക്കും, എന്നിട്ട് നീ ബാക്കിയുള്ളവരെ ട്രോള്. മനസ്സിലായോ? നിനക്ക് നല്ല അഭിനയം കാണിക്കണം. നീ ഇപ്പൊ ടിക്ടോക്കിൽ എന്നിട്ട് അവൻ പറഞ്ഞാണ് ബാക്കിയുള്ള പിള്ളേർ എടുത്തിട്ട് ഇവരെ ട്രോളിപ്പോ ഞാനത് ട്രോളാൻ വേണ്ടിയിട്ട വീഡിയോ ആണ്. നമ്മൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഒമർലുലു പറയുമ്പോൾ വീഡിയോ ചെയ്യാൻ ഞാൻ ആരാ? അയാളാരാ? ഒമർലുലു വരാ? അയാൾ പറയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ. നീ ആൺകുട്ടിയാണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് അഭിനയിച്ച് കാണിക്കും. ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. നീ ഒരാളെ കളിയാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാണിക്കും. നീ ആദ്യം ചെയ്ത് കാണിക്കും, എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ട്രോളാം. പിന്നെ ഈ അപ്പൊ നീ പറയും ഞാൻ 100 രൂപ കൊടുത്ത് 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ അഭിപ്രായം പറയുന്നത്. മോനെ അങ്ങനെ നീ അഭിപ്രായം പറയണം. ഇതിന്റെ മോണിറ്റൈസേഷൻ, അതായത് ഈ വരുമാനം കിട്ടണം. നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രോഡക്റ്റിന്റെ വരുമാനം നീ എന്തിനാ മേടിക്കുന്നത്? ഇപ്പൊ നീ ബാഡ് ബോയ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടു, അതിന്റെ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ടല്ലേ നീ അത് ചെയ്യുന്നത്? കോമൺ സെൻസ് ഉള്ളവരുടെ നമുക്ക് സംവദിക്കാൻ പറ്റുള്ളൂ. കോമൺ സെൻസ് ഇല്ലാത്തവരത്തിനോട് എന്ത് പറയാനാണ്? എടാ പൊട്ടാതെ അയാളുടെ ജോലിയാണ്, അങ്ങനെ റിവ്യൂ ഇടുന്നതാണ് അയാളുടെ ജോലി. അയാളുടെ റിവ്യൂ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, അതിന് അയാൾക്ക് പേയ്മെന്റ് ഉണ്ട്. നീ നല്ല ചെയ്താലും ചീത്ത ചെയ്താലും ആ കാര്യം പറയുക എന്നുള്ളത് അയാളുടെ തൊഴിലാണ്. ആ തൊഴിലാണ് അയാൾ ആ വേതനം എണ്ണി വാങ്ങിക്കുന്നത്. അതിന് ഓർത്ത് നീ കരയേണ്ട കാര്യമില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ യൂട്യൂബ് വീഡിയോ ഇടുകയും അതിൽ കൂടി ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് അവർക്ക് കിട്ടുന്നത് അവരുടെ എബിലിറ്റിയാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ ആ വരുമാനം. എങ്ങനെയാണ് കിട്ടുന്നു? അയാളെ റീച്ച് ആയത് എങ്ങനെയാണ്? നീ ഇതുപോലെ കുറെ വാഴയ്ക്കാൻ മണ്ഡപം കാണിച്ചിട്ട് നീ എങ്ങും എത്താതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ഒരു സിനിമ ചെയ്താലേ നിനക്ക് ആ റീച്ച് വരുള്ളൂ. അവൻ അങ്ങനെയല്ല, റിവ്യൂസ് ഡെയിലി ഇടാം. ഇനി എത്ര സിനിമകളുണ്ടോ അതൊക്കെ തന്നെ വീണ്ടും വീണ്ടും ചെയ്താലും അവന് ആ പേയ്മെന്റ് കിട്ടും. വ്യത്യാസം മനസ്സിലായി? ഷസാമും നീയും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു മനസ്സിലായി. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം. ചുമ്മാ ഇരുന്നെങ്കിൽ ഗീർവാണം മുഴക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുക, ഏതാണ്ട് എന്തോന്നാ ആണെന്നുള്ള ഭാവത്തിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ നാറിയെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ. ഒരു വിവരവും ഇല്ലാത്തവർക്ക് ഇയാൾക്ക് ആരെ വേണമെങ്കിലും പറയാം. എപ്പോഴും എന്താണെന്നറിയാമോ, നമ്മൾ സിനിമകൾ കാണാൻ പോകുന്നവർക്ക് അത്യാവശ്യം ഒരു ഇൻട്രോ കിട്ടുന്നത് നല്ലതായിരിക്കും. കഥ മുഴുവൻ പറയാതെ അതിനെപ്പറ്റി ഒരു ചെറിയ കാഴ്ചപ്പാട് പറയുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് കഥ കേട്ടിട്ട് പോകാനായിരിക്കും താല്പര്യം. അങ്ങനെ ഒരുപാടുണ്ട്. ജയ 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 സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കഥ കേൾക്കാതെയാണ് പോയത്. പക്ഷേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. ആൻഡ് സീരിയസ്ലി അങ്ങനെ ഒരുപാട് സിനിമകൾ നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും. അത്തരം നല്ല സിനിമകൾ ചെയ്താൽ അതിന് ഒരു രീതിയിലുള്ള ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. ആരും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായ ആളുകളിലേക്ക് എത്തും. നല്ല സിനിമയാണോ ആളുകൾ ഏറ്റെടുക്കും. എത്രയോ സിനിമകൾ അങ്ങനെയുണ്ട്. ചില ഫാൻറ്റസികൾ പോലും ആളുകൾ ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ്? അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എലമെന്റ്സ് അതിനകത്ത് കുത്തിക്കയറ്റും. അതുകൊണ്ട് അങ്ങനെ കഴിവുള്ളവർ ഇതുപോലെ അലയ്ക്കാൻ വരത്തില്ല. ഇവന് കഴിവുമില്ല, വ്യക്തിത്വവുമില്ല. അതുകൊണ്ടാണ് ഒരാളുടെ മുഖം ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞത്. സ്വന്തം മുഖം കണ്ടിട്ടില്ലല്ലേ കണ്ണാടിയിൽ? വ്യക്തിയധിക്ഷേപം, ബോഡി ഷേമിങ്. അതായത് താനെന്ന ഭാവത്തിലിരിക്കുന്ന ഒരുത്തനിക്ക് തകർച്ചയുടെ വക്കില നിൽക്കുന്നുള്ള ബോധം ഉണ്ടാവത്തില്ല. തകർന്ന് താരിപ്പണമായി നിൽക്കാനാണ് ഇനി സാധ്യത. മേൽക്കൊണ്ട് ഇതുപോലത്തെ കുൽസിതം കൊണ്ട് ഇറങ്ങലിടന്നാറി. ഒരല്പം ഉളുപ്പ് മര്യാദ. എൻ്റെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് നാട്ടുകാർ പറയുമ്പോഴാണ് അതിന് വാല്യൂ. ഞാൻ നല്ലതാണ്, എൻ്റെ പ്രോഡക്റ്റ് സൂപ്പറാണെന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന നാട്ടുകാരാണെങ്കിൽ അവർ അത് മറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. അത് മനസ്സിലാവാതെ വീണ്ടും ഇരുന്നിട്ട് നെയ് 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 നെയ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡു സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.